ഹലോ ഗായ്സ്, വെൽക്കം ടു ഫറൂസ് വ്ളോഗ്സ്. രാവിലത്തെ ഫുഡ് ലൈറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ബ്രെഡും ഓംലെറ്റും ആയിരിക്കുമെന്ന്. പഴംപൊരി, ബോണ്ട, പരിപ്പാട്, ഉള്ളിവട എന്തിന് മന്തി വരെ ഇവർ ലൈറ്റ് ആയിട്ട് കഴിക്കുമെന്നുള്ള കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. വഴക്കുണ്ടാക്കാൻ ഞാൻ പോയില്ല ഗായ്സ്. ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ കണ്ടൊരു സാധനം വിഷ് ലിസ്റ്റിലിരിക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് പഴംപൊരിയും ചായയും സെറ്റ്. ബാച്ചിലറായി ജീവിച്ച പഴംപൊരിക്ക് കൂട്ടായി ബീഫ് കറി വന്നപ്പോൾ അതിനെ വീണ്ടും ഒറ്റയ്ക്കാൻ കണ്ടെന്ന് കരുതി തല ദിവസത്തെ ഞണ്ടുകറിയും കൂട്ടിയാണ് ഗൈസ് ഞങ്ങളത് മിണുങ്ങിയത്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഗൈസ്, അലവയും മത്തിക്കറിയും പോലെ ഇതും നല്ലൊരു കോംബോ ആയിരുന്നു. ഇതും മിണുങ്ങി ഇവിടെ ഇരുന്നാൽ പുര കുളത്തിൽ പോകണം എന്നുള്ള ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി അകത്താക്കി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബഡ്ജറ്റ് ഫ്രണ്ടിയുടെ ഭാഗമായി പരക്കുന്ന പരിപ്പറും ചോറിലാക്കി തന്നെയാണ് മേസ്ത്രി ഞങ്ങളെയും കുട്ടി കുളത്തിലേക്ക് വിട്ടത്. കുളത്തിൽ പോകുക എന്നുള്ളത് മെയിനായിട്ടും അവന്റെ ലക്ഷ്യമായതുകൊണ്ട് വല്ലാതെ എന്നെ സഹായിച്ച് സോപ്പിടുന്നുണ്ട് ഗായ്സ്. ചോറിലും ഭാരത്ത് പരിപ്പിലും കുത്തിക്കാച്ചി അനാവശ്യത്തിലധികം മല്ലിയിലും വാരിയിട്ടു. ഞങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മുടെ സ്വന്തം പറക്കും തലയിൽ 100-110 ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങി തുടങ്ങി. ഒരു നിമിഷം ഞങ്ങൾ ലൊക്കേഷൻ മാറിപ്പോയെന്ന് തെറ്റിദ്ധരിച്ചു ഗായ്സ്. എവിടെ തിരിഞ്ഞാലും കന്നഡയായിരുന്നു ഗൈസ് കേട്ടോണ്ടിരുന്നത്. ആരോട് എന്തെങ്കിലും ചോദിച്ചാലും മേനു കൊത്തില്ല എന്നായിരുന്നു ഗൈസ് മറുപടിയും. കൂടെ പഠിച്ചാൽ അവരതേ കണ്ടപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് അവരൊക്കെ ഇങ്ങോട്ട് വന്നതാണെന്ന്. പച്ചവെള്ളം എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുകയും കുളിക്കുകയും ചെയ്തിരുന്നതല്ലായിരുന്നു ശരിക്കുള്ള പച്ചവെള്ളം എന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. പച്ചവെള്ളത്തെ പറ്റിയുള്ള പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല എന്നുള്ള ചോദ്യം ഇവിടെ വന്നപ്പോൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. കാണുമ്പോഴും പറയുമ്പോഴും എല്ലാം പച്ച നിറമാണ് ഗൈസ്. പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം കുളിച്ചാൽ എനിക്ക് ജലദോഷം പനിയും വരുമെന്ന് പറഞ്ഞ് കുളിക്കാതിരുന്ന കുറേ മോന്താളെ ഞാൻ ഇവിടെ കണ്ടു. ബൈക്കിൽ പോകുമ്പോൾ ബേക്കറി ഇരുന്നിട്ടല്ലേ പോലെ നീന്തുമ്പോൾ വന്നാൽ ഞാൻ ബേക്ക് കയറി ഇരിക്കട്ടെന്നുള്ള അവന്റെ തെറ്റിദ്ധാരണയിലായിരുന്നു ഗൈസ്. മേസ്ത്രിയുടെ പുറത്ത് കയറി ആ വെള്ള പനിയിട്ട് അവൻ കയറി. എനിക്ക് എന്താടാ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, എനിക്ക് നീന്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് മുക്കി ഗൈസ്. എന്നാൽ പിന്നെ അങ്കുകളത്തിലേക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ജിവാപ്പു ഇറങ്ങി ഗൈസ്. ബാഹുബലിയിൽ ആരാണ്ടോ ആണെന്നും പറഞ്ഞ് നമ്മുടെ ജിവാപ്പുനെ പൊക്കി മേസ്തിരി മുങ്ങി ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഇക്ക ഓക്കെയാണ് ഗൈസ്. ഒരു കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി ഇറങ്ങി. എന്നെ പോലെ തിന്നാൻ മാത്രമല്ല ഗൈസ്, മേസ്തിരിക്ക് നീന്താനും അറിയാം. ഏതോ കാലഘട്ടത്തിൽ കടലിൽ പോയ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി അതൊക്കെ തള്ളായിരിക്കുമെന്ന്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഗൈസ് ഇതെല്ലാം ഉള്ളതായിരുന്നു. എന്നാ വാ മോളെ, ഈ കുളം നമുക്ക് കുളമാക്കാമെന്ന് പറഞ്ഞ് അവർ ആ കുളം കുളമാക്കി ഗൈസ്. ഇവിടുത്തെ അംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് പയ്യാമ്പലത്തേക്കായിരുന്നു. ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം സൺസെറ്റും കണ്ട് ചായ കുടിക്കുക എന്നായിരുന്നു. ഞങ്ങൾ കുടിക്കുന്ന ചായയും കടിയും ആ പയ്യാമ്പലും ബീച്ചും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു ഗൈസ്. എങ്ങാണ്ടെന്നോ വാങ്ങിയ കടിയും വീട്ടിൽ നിന്നുണ്ടാക്കിയ ചായയും. വീട്ടിൽ ചായ കുടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല ഗൈസ് ഞങ്ങൾ അവിടേക്ക് പോയത്, ഒരു കുന്തടിപ്പ് അത്രമാത്രം. നോക്കൂ ഗൈസ്, ഉജ്ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ സൂര്യേട്ടനെ ഒരിക്കൽ നോക്കിയാൽ പിന്നുള്ളതൊന്നും കാണില്ല, അത്രയും പ്രകാശത്തായിരുന്നു നമ്മുടെ സൺസെറ്റ് ഉണ്ടായിരുന്നത്. വല്ലാതെ തിരക്കാണ്ട് വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ പോയി നോക്കി ഗൈസ്. പക്ഷെ ചമ്മി ഒന്നുമില്ലായിരുന്നു ഗൈസ്. തെരുവ് എണ്ണി കുറേ എണ്ണ അവിടുന്ന് ചായ കുടിക്കുന്നുണ്ടപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല, നമ്മളും അവിടെ തന്നെ നിലമുറപ്പിച്ചു. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കാൻ തികയാത്തതുകൊണ്ട് ഞങ്ങൾ അവരെയും നോക്കി എല്ലാം കഴിച്ചു തീർത്തു ഗൈസ്. കുളിക്കാനും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെന്റ്സ് ഒക്കെ നമ്മുടെ ദുനിയാവിലുള്ള. എന്തുകൊണ്ടാണ് പലരും ലഹരിക്കൊക്കെ അടിമയായി പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല ഗൈസ്. കടികളൊക്കെ ഒന്നിനൊന്നും മെച്ചായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു കടിയും ഒരു ഗ്ലാസ് ചൂട് ചായയും നല്ല സൺസെറ്റും കടലിലെ തെരയും ശബ്ദവും ഒച്ചപ്പാടും ഒക്കെ കൊണ്ട് ചായ കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ഭൂമിയിൽ ഒരു അവകാശം കണ്ടപ്പോൾ അതിനൊരു പങ്കുകൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ, കമന്റ് ചെയ്യാൻ. ബൈ.